എബ്രഹാം പ്രവാചകൻ്റെ, അതായത് ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകനാണ് ഇസ്ഹാക്ക്. ഹാജറയിൽ ഇസ്മായിൽ പിറന്ന് 14 കൊല്ലം കഴിഞ്ഞാണ് ഇസ്ഹാക്ക് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ഇബ്രാഹിം പ്രവാചകൻ്റെ പ്രായം ആ അവസരത്തിൽ 100 വയസ്സായിരുന്നു. ഇസ്ഹാക്കിൻ്റെ മാതാവ് സാറയുടെ വയസ്സ് 90. അതിനാൽ ദൈവത്തിൻ്റെ മലക്കുകൾ അഥവാ മാലാഖമാർ ഈ മകൻ്റെ പിറവിയെക്കുറിച്ച് ശുഭവാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. അവർ ആശ്ചര്യഭരിതരായി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മലക്കുകൾ, അതായത് മാലാഖമാർ മനുഷ്യരൂപത്തിൽ വന്നാണ് ഇബ്രാഹിം പ്രവാചകന് ഈ ശുഭവാർത്ത അറിയിച്ചത്. അതിനാൽ അവർ യാത്രക്കാരായ അതിഥികളാണെന്ന് ധരിച്ചു അവർക്ക് വലിയ സദ്യയൊക്കെ ഒരുക്കി കൊടുത്തു. പക്ഷെ അവരത് കഴിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ ദൂതന്മാരായ മലക്കുകളാണ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ മലക്കുകളുടെ ആഗമനത്തെക്കുറിച്ചൊക്കെ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ഇബ്രാഹിമിൻ്റെ അതിഥികളെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ആ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന ആ സന്ദർഭം അവർ പറഞ്ഞു, അതായത് മലക്കുകൾ പറഞ്ഞു, താങ്കൾക്ക് സമാധാനമുണ്ടാകട്ടെ. അദ്ദേഹം പറഞ്ഞു, സത്യമായും ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി പേടി തോന്നുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ജ്ഞാനമുള്ള ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത ഞങ്ങളിതാ താങ്കളെ അറിയിക്കുന്നു. അപ്പോൾ ഇബ്രാഹിമും അതേപോലെ കൂടെയുള്ള സാറ, അവർക്കന്ന് 90 വയസ്സാണല്ലോ, ഇബ്രാഹിമിനാണെങ്കിൽ 100 വയസ്സ്. അവർ ചോദിക്കുകയാണ്, ഈ വയസ്സുകാലത്താണോ ഞങ്ങൾക്ക് പുത്രൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് നൽകുന്നത് ശരിയായ ഒരു സന്തോഷവാർത്ത തന്നെയാണ്, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, തൻ്റെ നാഥൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആരാണ് നിരാശനാകുക? വഴിപിഴച്ചവരൊഴികെ. അപ്പോൾ ഈ സംഭവം ബൈബിളിലൊക്കെ ഇതേപോലെ തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാഖിനോട് വിട പറഞ്ഞ ശേഷം ഇബ്രാഹിം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ഈ ഫലസ്തീൻ പ്രദേശം ആയിരുന്നു. ഇസ്ഹാക്കും, അതായത് ഈ പറഞ്ഞ രണ്ടാമത്തെ പുത്രൻ ഇസ്ഹാക്കും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനം നടത്തിയത് ഈ പ്രദേശത്ത് തന്നെയാണ്.